സന്തോഷമുള്ള ഒരു സന്ധ്യയാണ് ഇപ്പൊ. കാരണം വേറൊന്നുമില്ല, ഈ പടം എന്നിലോട്ട് എത്തിക്കുന്നത് അഭിലാഷ് ശങ്കർ എന്ന് പറയുന്ന നമ്മുടെ ഒറ്റ ചങ്ങാതിയാണ്. നമ്മളിപ്പോൾ ഒരു 10-12 വർഷത്തെ ഒരു പരിചയമുണ്ട്, അങ്ങനെ ഒരു കുറവുണ്ടല്ലേ. അപ്പൊ എന്തായാലും എൻ്റെ അടുത്ത് പറഞ്ഞ അളിയ ഒരു ചെറിയൊരു പരിപാടി വന്നിട്ടുണ്ട്, നീ ചെയ്തിരുന്ന സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിപ്പോ നായകനാണെങ്കിലും ഞാൻ ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെ വന്ന് ഈ പടത്തില് നൗഫലൊക്കെ നമ്മളെ കണ്ടു, മീറ്റ് ചെയ്തു, സംഭവങ്ങളൊക്കെ സെറ്റായി. ഈ കോസ്റ്റ്യൂമും ഈ ചെരുപ്പിട്ട് ഈ പറഞ്ഞ നെല്ലിക്കാമ്പോയിൽ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ഇട്ട് നടന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീല് ഒരു ഹിറ്റ് പടത്തിന്റെ ലൊക്കേഷനിൽ നടക്കുന്നൊരു ഫീലായിരുന്നു. കാരണം ഞാൻ പറവ മൂവി ചെയ്തപ്പോൾ ഉണ്ടായിരുന്നൊരു അതേ ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂമായിരുന്നു എനിക്ക് ഇതിനകത്തും കിട്ടിയത്. അപ്പൊ എനിക്ക് എന്തോ ഒരു ആത്മവിശ്വാസം വരികയും ചെയ്തു. അയ്യോ ഇത് ഹിറ്റാവാനുള്ള ഒരു ഇത് കാണുന്നുണ്ടല്ലോ എന്ന് എനിക്ക് ആ കോസ്റ്റ്യൂമും അതൊരു ചെരുപ്പൊക്കെ ഇട്ടപ്പോൾ എനിക്ക് സാധനം ഫീൽ ചെയ്തു. അത് ചെരുപ്പിട്ടല്ലേ നടക്കാൻ പറ്റുള്ളൂ, ചെരുപ്പിടാണ്ട് നടക്കൂല, മമ്മി നടക്കൂല. അതുപോലെ തന്നെ ഈ പടത്തില് എനിക്ക് ആകപ്പെട്ട വിഷമമുണ്ടായത് നൈറ്റ് റൈഡേഴ്സ് ആണ്. അപ്പൊ മൊത്തം രാത്രി ആയിരിക്കും ഷൂട്ട്, അങ്ങനെ വെളുപ്പാങ്കാലാണെങ്കിലും. പക്ഷെ എനിക്ക് ഉറക്കം എന്നൊരു സംഭവം അങ്ങനെ വന്നിട്ടില്ല, അങ്ങനെ ഉറക്കിയിട്ടില്ല ഇല്ല. പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇന്നലെ രാത്രി വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ പുതിയ ഷൂട്ടാണെങ്കിലും ഒരു സ്റ്റേജ് ഷോ ആണെങ്കിലും ഈ പടത്തിന്റെ റിലീസാണെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ വന്ന് കണ്ട് തിയേറ്ററിൽ നിന്ന് നമുക്ക് ഓരോരുത്തരും മെസ്സേജ് അയക്കാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആ അന്ന് ഉറക്കൊഴിഞ്ഞതിന്റെ ഒരു സാലറിയാണ് നമുക്ക് കിട്ടുന്ന ഓരോ നല്ല നല്ല മെസ്സേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. അപ്പൊ എല്ലാവരും തന്നെ തിയേറ്ററിൽ തന്നെ വന്ന് മൂവി കാണുക, ഈ പറഞ്ഞ സാലറി ഞങ്ങൾക്ക് തരിക അല്ലേ. താങ്ക് യു സോ മച്ച്. അഭിലാഷ് ശങ്കർ.